അങ്ങനെ ഹാളിൽ ഇരുന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രമതിക്ക് ആ വിഷയം എടുത്തിടേണ്ടി വന്നത്. അതായത് വേറൊന്നുമല്ല, രേവതിയോട് ഇത്രയും വലിയ തെറ്റ് ചെയ്ത രേവതിയോട് ക്ഷമിക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ശ്രീകാന്തിനെയും വർഷയും ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. അവരെ എന്തിനാണ് പിണക്കി നിർത്തുന്നത്? അവരും ഈ വീട്ടിൽ കഴിയാനുള്ളവരല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അവരിങ്ങോട്ട് വരാനും പാടില്ല, വന്നു കഴിഞ്ഞാൽ ഞാൻ ജയിലിലേക്ക് പോകും. അതുകൊണ്ട് അവനൊരുത്ത നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല, ദീപാവലിക്ക് ഇവിടെ ക്ഷണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി കയറി വരുന്നത്. ലക്ഷ്മി ദീപാവലിക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. ലക്ഷ്മി എന്തിനാണ് അവിടെ നിൽക്കുന്നത്? അകത്ത് കയറി വന്നോളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രമതിക്ക് അത് ഇഷ്ടമായില്ല. ചന്ദ്രമതി പറയുന്നു, എന്തിനാ വന്നത്? അത് ദീപാവലിക്ക് രണ്ടുപേരും ക്ഷണിക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ ദീപാവലി അല്ലേ, അതുകൊണ്ട് അവരെ വിളിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന ആ ഫ്രൂട്ട്സൊക്കെ അങ്ങ് വാങ്ങിച്ചേരെ, ലക്ഷ്മിക്ക് ചായ കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. ലക്ഷ്മി ഒട്ടും കണ്ടുകൂടാ. നിൻ്റെ മോളൊരുത്തി നിമിത്തമാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായത്. അവൾ ഒരുത്തിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മയെ നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വേണ്ടി വന്നതാണ്, ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ജോലിയുണ്ട്, വാടക വണ്ടിയാണ് ഓട്ടിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന്. അത് പറഞ്ഞാൽ പറ്റില്ല. നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, അവൻ വരും, ഞാൻ പറയും പോലെ കേൾക്കും, അവനങ്ങ് വരുമെന്ന് പറയുന്നുണ്ട്. ഒരു സന്തോഷത്തോടെ അങ്ങ് ദീപാവലി ആഘോഷിക്കാൻ വരും, അന്ന് ഏതൊരു സംശയവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഞാനല്ലേ പറയുന്നത്. അങ്ങനെ ലക്ഷ്മി അവിടെ നിന്ന് പോകാൻ വേണ്ടി തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ പറയുന്നത്, നിൻ്റെ മോള് നിമിത്തം തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം. അപ്പോഴത്തേക്കും പറഞ്ഞ്, ഞാൻ അന്നവിടെ ഇല്ലായിരുന്നു, ഞാനൊരു അമ്പലത്തിൽ പോയി. പക്ഷെ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ ആ സമയത്ത് അമ്പലത്തിൽ പോയി, അതാണ് പറ്റിപ്പോയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം, എല്ലാ കാര്യങ്ങളും നടന്നു. എന്തെല്ലാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ, എത്ര രൂപ ചിലവാക്കി കണ്ടില്ലേ? പോലീസ് സ്റ്റേഷനിൽ കയറി, ആശുപത്രിയിൽ കയറി, ഉള്ളതെല്ലാം വിറ്റുപറക്കി എല്ലാം ചെയ്തില്ലേ എന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ലക്ഷ്മിയോട് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ലക്ഷ്മിയെ കണ്ടിട്ട് അതുപോലെ രേവതി അതുപോലെയാണ്. ഈ സമയം രേവതിയുടെ അമ്മ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ മലേഷ്യയിലേക്ക് പോകുന്നത്? ദീപാവലി അല്ലേ, അച്ഛൻ്റെ അടുത്തല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതെ എന്ന് പറയും. അല്ലെങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വാ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞങ്ങളുടെ വീട്ടിൽ ദീപാവലി ആഘോഷിക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. ചന്ദ്ര പറഞ്ഞു, നീ വന്ന കാര്യം നടന്നില്ലേ, പിന്നെ നീ പൊയ്ക്കോ, നീ എന്തിനാ അവിടെ കയറി നിൽക്കുന്നു എന്ന്. അങ്ങനെ ലക്ഷ്മി പോകുന്നുണ്ട്. ഈ സമയം ശ്രുതി റൂമിലോട്ട് പോകുന്നു. റൂമിൽ ചെന്ന് കരയാണ്. എന്ന് വെച്ചാൽ, എനിക്ക് മലേഷ്യയിൽ ആരും ഇല്ല, മലേഷ്യക്ക് ചുമ്മായൊക്കെയാണ് പറഞ്ഞത്, മോളെന്തിനാണ് വിഷമിക്കുന്നത്? അവർ വന്നെങ്കിൽ അവരെ മോളെ കാര്യം അന്വേഷിച്ചിട്ട് പോകണം, അവരെന്താ എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കുന്നത്? എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് ശ്രുതി പറയുന്നു. മോള് വിഷമിക്കണ്ട, ഇത് ചിലരുടെ സ്വഭാവം ഇങ്ങനെയാണ്, അയലത്തെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ചിലർക്ക് ജോലി. മോള് അച്ഛൻ്റെ അടുത്ത് പോയിക്കോന്ന്. അച്ഛനിപ്പോൾ അവിടെ ഇല്ല, അച്ഛൻ മലേഷ്യയിൽ വേറെ ബിസിനസ്സിന് പോയിക്കുകയാണ്, അതുകൊണ്ട് അച്ഛൻ അവിടെ ഇല്ല. എങ്കിൽ പിന്നെ അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ മോള് എനിക്ക് ഫോൺ തന്നു, ഞാൻ അച്ഛനോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ശരി അമ്മയെന്ന് പറയുന്നുണ്ട്. ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തടി തപ്പിയാൽ മതി. അങ്ങനെ സച്ചിയും രേവതിയായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീപാവലിക്ക് അമ്മയുടെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ടെക്സ്റ്റൈൽസ് കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ നിർത്തുന്നു പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, സാരി എടുക്കണം, എന്നാൽ അച്ഛൻ പൈസ തന്നിട്ടുണ്ട്, ഈ പൈസ എടുത്ത് നീ സാരി എടുക്കും, ഞാൻ മാത്രം പോകുന്നില്ല, സച്ചിയേട്ടനും കൂടെ വാ. അങ്ങനെ സച്ചി വരേയില്ല. സച്ചിയും രേവതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ്, അങ്ങനെ പിണക്കമാണ്. രേവതിക്കൊരു പിണക്കമൊന്നുമില്ല കേട്ടോ.
അങ്ങനെ അവസാനം വിളിച്ച് സച്ചി പോകുന്നുണ്ട്. അങ്ങനെ ഓരോ സാരിയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു സാരി കാണിച്ചു കൊടുത്ത് അത് ഇഷ്ടപ്പെടുന്നില്ല, ഇത് ഇഷ്ടപ്പെടുന്നില്ല, ഇതൊക്കെ സച്ചി അവിടെ നോക്കിക്കൊണ്ട് ഒളി കണ്ണിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഏത് സാരി എടുത്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നതേ ഇല്ല. സാരി എടുത്തിട്ട് വരുന്നുണ്ടോ, നിൻ്റെ കൂടെ ഇവിടെ കൊഞ്ചിക്കുഴയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്, വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴങ്ങനെ ഒരു എടുത്ത് ഓരോ സാരികൾ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഈ സാരി കൊള്ളാം, ആ സാരി കൊള്ളാം, എടുത്തിട്ട് കൊടുക്കുന്ന സെയിൽസ് മാനാണ് കേട്ടോ. ആ സെയിൽസ്മാൻ പറഞ്ഞ് ഈ സാരി നല്ലതാണ്, ആ സാരി നല്ലതാണെന്നൊക്കെ പറയാം. അപ്പോഴേ ഇത്രയും വില കൂടിയത് വേണ്ട, വില കുറഞ്ഞത് മതിയെന്ന് ഞാൻ. അവസാനം സച്ചിക്ക് ദേഷ്യം വന്നു. ഒരു സാരിയും സെലക്ട് ചെയ്യുന്നില്ല. അവസാനം സച്ചി പറയുന്നുണ്ട്, ഈ ഒരു സാരി സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞെന്ന് അങ്ങനെ കൊടുക്കുന്നു. ഈ സാരി മതിയോ? അതെ, അത് മേഡം, അത് പഴയ സാരിയാണ്, അതിനിപ്പോൾ കുഴപ്പമില്ല, ഈ സാരി മതി എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ സാരി എടുക്കുന്നുണ്ട്. സാരി എടുത്ത് അവർ അടുത്ത് സച്ചിയേട്ടന് ഷർട്ട് എടുക്കണ്ടേന്ന് ചോദിക്കുന്നു. എനിക്ക് ഷർട്ടൊന്നും വേണ്ട, വാ നമുക്ക് ഷർട്ട് എടുക്കാമെന്നതിന് മുകളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ അവർ കാറിലേക്ക് പോകുന്നു. കാറിലിരുന്നും കൊണ്ട് ഇവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ നമ്മുടെ രേവതി ചിരി സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല സച്ചി ഇങ്ങനെ സാരി എടുത്ത് കൊടുക്കുമെന്നോ ഇങ്ങനത്തെ. അപ്പോൾ അത് ഓർത്തോർത്തങ്ങ് ചിരിക്കുകയാണ്. നീ എന്തിനാണ് ഇങ്ങനെ ചുമ്മാ കിടന്ന് ചിരിക്കുന്നത്, എന്നെ ഡോക്ടറായിട്ടും കൊണ്ട് കാണിക്കണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവർ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സീനാണ് കാണിച്ചുകൊണ്ടിരുന്നത്.